ഹായ് ഗൈസ്, കേരളത്തിലുള്ള ഓരോ ഹമാസ് ഓളികളും ഈ വീഡിയോ മസ്റ്റായും കണ്ടിരിക്കണം. സ്കിപ്പ് ചെയ്യാതെ കാണണം. മറ്റേ ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവരെ തെരഞ്ഞു പിടിച്ച് ഈ വീഡിയോ അയച്ചും കൊടുക്കണം. അതായത് ഹമാസ് എന്തോ സമാധാനത്തിന് വേണ്ടി പോരാടുന്ന നന്മപ്രാവുകളാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവര് തന്നെ മസ്റ്റായിട്ടും ഈ വീഡിയോ കാണണം. അതായത് ഇന്ത്യക്കെതിരെ തന്നെ ഇപ്പോൾ ഹമാസ് വന്നിരിക്കുന്നു. ഇപ്പോഴും ഇവർ ഹമാസിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല ഇന്ത്യനാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ കിടക്കാം. അപ്പോൾ ഗൈസ്, 2-3 ഇൻസിഡന്റ് എടുത്തിട്ട് ഈ പ്രധാന ടോപ്പിക്കിലോട്ട് പോവാം. അതായത് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ അറ്റാക്കുകൾ നടത്താൻ ശ്രമിക്കുന്നു, ഇന്ത്യക്കെതിരായിട്ടുള്ള തീവ്രവാദം അവിടെ വളർന്നു വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരു രസകരമായ ഒരു കമന്റ് വന്നു. അതായത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതായത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് പാകിസ്ഥാനാണ് ഇതിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനെ തിരുത്തിക്കൊണ്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതായത് പാകിസ്ഥാനെക്കാട്ടിലും കൂടുതലും ഖത്തറാണ് ബ്രോ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ തീവ്രവാദം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന്. പക്ഷെ അന്ന് എനിക്ക് വിയേർഡായിട്ടാണ് തോന്നിയത്. എന്തുകൊണ്ടായിരിക്കും ഖത്തറിന്റെ പേര് പറഞ്ഞത്? കാരണം ഇന്ത്യയുമായിട്ട് ഒരു നല്ല റിലേഷനാണ്. ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു തരത്തിലും ഇതുവരെ ഇതിന് വരാത്തൊരു രാജ്യമാണ്. പക്ഷെ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് ആ വീഡിയോ കമന്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അന്ന് ആ പറഞ്ഞ ആൾ കൃത്യമായും 101% ശരിയാണെന്ന്. അത് മാത്രമല്ല, റീസെന്റ് ആയിട്ടുള്ള വീഡിയോയിൽ കുറെ പേര് പറഞ്ഞു ഹമാസ് അത് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന വലിയ ധീരാളികളാണ്. അപ്പോൾ പറയുന്നേക്ക് ഇത്ര സമാധാന പ്രാവുകൾ സ്വന്തം രാജ്യത്തിന് പോരാടിക്കോ? അത് ഇസ്രായേലിലുള്ള സോൾജേഴ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വേണമായിരുന്നു അവരവിടെ ശക്തി തെളിയിക്കണ്ടേ. അല്ലാണ്ട് കണ്ട കോൺസേർട്ടിലെല്ലാം പങ്കെടുക്കാൻ വന്ന വിദേശികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയെല്ലാം പിടിച്ച് തുണിയെല്ലാം ഊരിക്കളഞ്ഞ് നടു റോട്ടിൽ കൂടെ പരേഡ് നടത്തിക്കൊണ്ടല്ല ശക്തി കാണിക്കണ്ടേ. അത് ആർമി ആൾക്കാരോട് കളിക്കണമായിരുന്നു. അവിടെ പോയാൽ മുട്ട് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തിനെ മൊത്തം വലിച്ചഴിച്ചു കൊണ്ടുവന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന ഒരു തീവ്രവാദികളാണ് ഹമാസ്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതായത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ, അതായത് നമ്മുടെ പാകിസ്ഥാൻ പിടിച്ചെടുത്തു വെച്ചിട്ടുണ്ട് ഇല്ലീഗലായിട്ട്. അതിനെ നമ്മൾ പണ്ടോട്ടേ ക്ലെയിം ചെയ്ത് വരുന്നതുമാണ്. അപ്പോൾ ഇവിടെ ഒരു മെഗാ ഈവന്റ് നടക്കുകയാണ്. അതായത് റാവൽകോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് സബീർ സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ ഒരു മെഗാ ഈവന്റ് നടത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഖത്തറിന്റെ പേര് വന്നതെന്നുണ്ടാവല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ഈവന്റ് കണ്ടക്ട് ചെയ്യാണ്. ഈ ഈവന്റിനെ കുറിച്ചുള്ള പ്ലാനിങ് എല്ലാം കുറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഖത്തറിൽ വെച്ച് നടന്നതാണ്. ഖത്തർ ദോഹയെ വെച്ചിട്ട് ലഷ്കർ-ഇ തൊയ്ബ, ജമാഅത്തെ ഇസ്ലാം, അതുപോലെ തന്നെ ജെയ്ഷ് ഇ മുഹമ്മദ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയും ഹമാസ് എല്ലാം ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. അതായത് ഖത്തറിൽ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് നടത്തുന്നതും. അപ്പോൾ അന്നൊരു ചെറിയൊരു ഒരു ചർച്ചാ വിഷയമായി മാറിയെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് ഒരു ന്യൂസും വന്നില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നടക്കുന്ന ആ പ്രശ്നങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇപ്പോഴാണ് എന്തുകൊണ്ടാണ് അവർ ഖത്തറിൽ വെച്ച് അന്ന് മീറ്റ് ചെയ്തതെന്നുള്ള കാര്യത്തിന് കൃത്യമായ ഒരു എൻഡ് പോയിന്റ് കിട്ടുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ വെച്ച് അവര് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാം, ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കുന്നവര്, ജെയ്ഷ് ഇ മുഹമ്മദ്, അതായത് ഇതും തീവ്രവാദി സംഘടനയാണ്, അതേപോലെ തന്നെ ലഷ്കർ-ഇ തൈബ, ഈ 3 തീവ്രവാദി സംഘടനകളാണ് മെഗാ ഇവന്റ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവര് 3 പേരും പുണ്യാള സംഘടനയാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇവർ ചെയ്ത തീവ്രവാദവും കൂടെ പറയാം. 2008 മുംബൈ അറ്റാക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പുൽവാമ അറ്റാക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ 2001 പാർലമെന്റ് അറ്റാക്ക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള തീവ്രവാദമെല്ലാം നടത്തിയതും ഈ 3 പ്രധാന തീവ്രവാദി സംഘടനകളാണ്. അങ്ങനെയുള്ള തീവ്രവാദി സംഘടനകളാണ് ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒരു സ്റ്റേഡിയത്തിൽ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒഫീഷ്യലായിട്ട് ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഹമാസ്. അതെ, ഇതേ നന്മമരമായ ഹമാസിനെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 2018 ശേഷം ഇന്ത്യൻ ആർമിയുടെ കർശനമായ പല നിയന്ത്രണം കാരണം ഒരു തീവ്രവാദി അറ്റാക്കുകളും അത്ര എളുപ്പത്തിൽ പാകിസ്ഥാനിൽ നിന്ന് അതായത് ഈ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ലഡാക്കിലൊന്നും നടത്താൻ അവർക്ക് പറ്റുന്നില്ല. അത് വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ തന്നെ 4ആയി പിളർന്നു പോകുമോ എന്നുള്ളൊരു പേടിയുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയുള്ള തീവ്രവാദം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതായത് ഇന്ത്യൻ ആർമി വരുന്ന തീവ്രവാദികളെല്ലാം വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിയമം കാരണം ഇവർ തന്നെ ഒന്ന് വിറച്ചു നിൽക്കുകയാണ്. അപ്പോൾ
ഇവരിപ്പോൾ പേടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് ഈ തൊയ്ബയും കണ്ട തീവ്രവാദി സംഘടനകളെല്ലാം അതായത് തീവ്രവാദം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനിലുള്ള ജനങ്ങളും ഇവിടെയാണ് സുഖം. അതായത് ഞാൻ പാകിസ്ഥാനിനല്ല പറയുന്നത്, POK അതായത് നമ്മുടെ സ്ഥലത്തുള്ള ജനങ്ങളും ഇന്ത്യയുടെ കൂടെ ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കും. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു പത്തറ്റിക്കായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലോ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ഈ തീവ്രവാദം വളരാൻ പറ്റുള്ളൂ. ഹമാസിനാണെങ്കിൽ അതായത് ഗസ മൊത്തം അതായത് ട്രംപ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ പിന്നെ ഈ തീവ്രവാദികൾക്ക് വേറെന്താ പണി? അധ്വാനിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. ഇവർക്ക് ഈ തീവ്രവാദം മാത്രമേ അറിയുള്ളൂ. തീവ്രവാദം നടത്തിക്കൊണ്ട് തന്നെ ഈ ഖത്തറും അതുപോലെ തന്നെ ഇറാനും ഇറാഖും ഇങ്ങനെയുള്ള കുറെ രാജ്യങ്ങൾ കുറെ ഫണ്ട് ഇവർക്ക് കൊടുക്കും. ഇവർ അതിനെ കട്ടുമുടിച്ച് തിന്നുകൊണ്ട് മറ്റു രാജ്യത്തിനെതിരെ അവിടെയുള്ള ക്രമസമാധാനം നശിപ്പിക്കുന്ന ഒരു തീവ്രവാദികളാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യക്കെതിരായി പങ്കെടുത്ത ഹമാസ് ലീഡർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാലിദ് അൽ ഖൊഡോമി എന്ന് പറയുന്ന ഈ അതായത് ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ടും സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള ഇവനാണ് ഇവിടെ വന്ന് ഈ തീവ്രവാദിയാണ് നമുക്കെതിരെ പാകിസ്ഥാന്റെ കയ്യിലുള്ള ഇന്ത്യന്റെ ആ സ്ഥലത്ത് വന്ന് ഇന്ത്യക്കെതിരായി നിന്നിരിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിംഗിൽ പ്രധാനമായും അവർ പറഞ്ഞിരിക്കുന്ന ജിഹാദി കൊണ്ടുവരും, ഇന്ത്യക്കെതിരായിട്ട് അതായത് ഇന്ത്യൻ കാശ്മീരിനെ മൊത്തമായിട്ടും അവർ കൺട്രോൾ എടുക്കാൻ വേണ്ടിയുള്ള തീവ്രവാദ പ്ലാനുകളാണ് ഇവർ നടത്തുന്നത്. അത് മാത്രമല്ല ഇവർ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 2018 തൊട്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പാകിസ്ഥാനിൽ വന്ന് കുറെ തീവ്രവാദികളെ കൊന്നുകളയുന്നു. ഇത് നമുക്ക് വലിയൊരു ക്ഷീണമാണ്. അത് പാകിസ്ഥാൻ ഗവൺമെന്റ് മര്യാദയ്ക്ക് നോക്കുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു, ഞങ്ങളുടെ തീവ്രവാദികൾ നഷ്ടപ്പെടില്ലായിരുന്നു. അതിനെതിരെയും ശക്തമായി അടിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ കാശ്മീരിനും ലഡാക്കിനെതിരെയും ഒരു ജിഹാദി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇതുങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതായത് അവിടെ ഏകദേശം അടിച്ചൊതുക്കി ഇനി അവിടുന്ന് ഇവിടെ വന്ന് ഹമാസ് ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ കാശ്മീരിനെതിരെ നടത്താനാണ് ഇപ്പോൾ ഉള്ള ശ്രമം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഇസ്രായേൽ കളിച്ച പോലെയല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ വെടികൊണ്ട് കൊണ്ട് തുണിയില്ലാതെ ട്രൗസറോടെ ഓടിക്കുന്ന അവസ്ഥയിലോട്ട് ഞങ്ങൾ ഇവിടെ എത്തിക്കും. ഇന്ത്യൻ ആർമി ഡബിൾ സ്ട്രോങ് ആണ്, അല്ലാണ്ട് തീവ്രവാദം കൊണ്ടൊന്നും ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല. അത് മാത്രമല്ല ഇസ്രായേൽ ആർമി നല്ല സ്ട്രോങ് ആണ്. ഇസ്രായേലിന്റെ മൊസാദ് കൃത്യമായുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന് പാസ്സായിട്ടും ഉണ്ടാവും. അതായത് ഇവിടുന്ന് ഏതെല്ലാം തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നുണ്ടോ അവരുടെ എല്ലാം ലിസ്റ്റ് ഇപ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ടാവും ഈ ഹമാസിന്റെ. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഇസ്രായേൽ കംപ്ലീറ്റ് ആയിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഇസ്രായേലിന്റെ കുറെ വർഷത്തെ ആഗ്രഹമായിരുന്നു ഇന്ത്യ ഹമാസിനെ തീവ്രവാദിയായി ഡിക്ലെയർ ചെയ്യണമെന്ന്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏറെ വൈകാതെ അതും ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് ഈ തീവ്രവാദികൾ ഇവിടെ വന്ന് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഇസ്രായേൽ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് തരും. നമ്മളും ഇസ്രായേലും കൂടെ ചേർന്നുകൊണ്ട് ഇവരെ തുണിയില്ലാണ്ട് ഓടിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിക്കും. ഒറ്റൊന്നും വെടിയുണ്ട എസ്കേപ്പായി ഇവിടുന്ന് പോകാമെന്ന് ജീവനോടെ ഒരു ഹമാസ് നേതാവും ഇവിടെ വന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ആർമി ഡബിൾ സ്ട്രോങ് ആണ്. ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ അതുപോലെ തന്നെ ആരാണെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്നത് കൃത്യമായിരിക്കും. ഇന്ത്യൻ ആർമി ഇതിൽ ഡബിൾ സ്ട്രോങ് ആണെന്ന് ഒന്നും കൂടെ വ്യക്തമാക്കണം.